ഈ ഗ്രൂപ്പിൽ വന്നോ ഇല്ലെന്ന് എനിക്ക് നല്ല ധാരണയില്ല. ഈ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാന് റോയി പാസ്റ്റർ റൂയി പാസ്റ്റർ അല്ലേ? സ്തോത്രം. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടും ഇല്ല. സ്തോത്രം. വന്നിട്ടില്ലെന്നായ എന്റെ ധാരണ. നിങ്ങൾ എന്റെ പ്രസംഗം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഈ ഗ്രൂപ്പിൽ വന്ന ആർക്കെങ്കിലും അറിയാമോ? അറിയാവുന്നവരുന്ന് കൈ പൊക്കിയാട്ടെ. ഇല്ല. ഓക്കെ. അപ്പം ഒരു പക്ഷേ കർത്താർദാസന് എന്നെ അങ്ങനെ വ്യക്തമായി ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. സ്തോത്രമെങ്കിലും നല്ല പരിചയപ്പെടുത്തലിന് നന്ദി പറയുന്നു. കർത്താർദാസന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നടത്തുന്ന ദൈവദാസൻ ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്ക് എന്റെ നമ്പർ ആരോ കൊടുത്തു, അങ്ങനെ എന്നെ ഇൻവൈറ്റ് ചെയ്താണ്. ഞാൻ എന്റെ പേര് പീറ്റർ കെ മാനുവൽ. അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന സംഘടനയിൽ ഞാൻ ശുശ്രൂഷിക്കുന്നു. വർഷങ്ങളായിട്ട് അസംബ്ലീസ് ഓഡിന്റെ പാസ്റ്ററാണ്. 2012 വരെ എറണാകുളത്ത് ഞാനായിരുന്നു. അവിടെ അസംബ്ലീസ് ഓഡിന്റെ സെക്ഷൻ പ്രസിഡന്റായിട്ടൊക്കെ ആയിരുന്നു. ഒടുവിൽ കേരളത്തിന്റെ ശുശ്രൂഷയൊക്കെ മടുത്തിട്ട് ഞാൻ ബീഹാറിലേക്ക് പോയ ഒരു 6 വർഷം അവിടെ. എന്റെ വൈഫിന് വയ്യാതായപ്പോൾ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന രോഗത്താൽ പിടിക്കപ്പെട്ടു. വിന്റർ സീസണിൽ അവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോ നാട്ടിലേക്ക് വന്നതാണ്. അപ്പോഴും സഭാ ശുശ്രൂഷയൊന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങളുടെ സംഘടനയെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ശുശ്രൂഷ, ആരെങ്കിലുമൊക്കെ ഗൾഫിലും അമേരിക്കയിലൊക്കെ പോകുന്ന സഭകളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ ശുശ്രൂഷിക്കുന്നത് പ്ലാങ്കമണിനടുത്ത് റാന്നിയിൽ തേക്കുങ്കൽ എന്ന അസംബ്ലീസ് ഓഫ് സഭയിലാണ്. ഞാൻ താമസിക്കുന്നത് തടിയൂരാണ്. സ്തോത്രം. അവിടെ ആ സഭ ശുശ്രൂഷ എടുക്കാനുള്ള കാരണം അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എന്നെ ഡിസ്ട്രിക്റ്റ് അങ്ങോട്ടേക്ക് നിയോഗിച്ചതാണ്. ഇന്ന് ആ ദൈവസഭ അനുഗ്രഹമായി പോകുന്നു. എനിക്ക് വൈഫുണ്ട്. എന്റെ വൈഫിന് വേണ്ടി നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണം. ഇച്ചിരി ഷുഗർ ഇച്ചിരി കൂടുതലുണ്ട്. അപ്പോ അവിടെ വലത്തുകാലിന് താഴെ കണങ്കാലിന്റെ മുകളില് റാഷസ് ഉണ്ടായി. അത് പഴുത്തു. അതിങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. പഴുപ്പൊക്കെ എടുത്തു കളഞ്ഞു. അങ്ങനെ അതിന്റെ ചികിത്സ ഇരിക്കുമ്പോൾ തന്നെ ചായ വീണിട്ട് അതിന്റെ അടുത്ത് തന്നെ പൊള്ളി. അതും കൂടെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കുകയാണ്. ഇപ്പോൾ ചികിത്സയിലാണ്. എന്റെ കുഞ്ഞുങ്ങൾ, മൂത്ത മകൾ കുടുംബം, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവര് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ആണ്. ബാംഗ്ലൂരായിരുന്നു. ഇപ്പൊ എറണാകുളത്ത് താമസിച്ചുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്നു. എന്റെ വൈഫ് ഇപ്പൊ അവരുടെ കൂടെയാണ്. കൊച്ചുമകള് അവള് നഴ്സാണ്, BSc നഴ്സാണ്. അവള് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. ഇതിലാണ് എന്റെ സാഹചര്യം. എന്നെ വ്യക്തിപരമായി അറിയാവുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സ്തോത്രം. ഞാൻ നോക്കിയിട്ട് നിങ്ങളെ ആരും എനിക്ക് പരിചയം കാണുന്നില്ല. ഇന്നേരെ പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ വരുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും കർത്താവിന്റെ കാര്യം ഇന്ന് വരെ ദൈവം നിർത്തി, അതുകൊണ്ട് നിന്നു എന്നെ അവകാശപ്പെടാനുള്ളൂ. സകല മഹത്വവും കർത്താവിനും. സ്തോത്രം. ഞാൻ 1-2 ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ജീവിത വിജയം വേണം. എന്താണ് ക്രിസ്തീയ ദൈവമക്കൾക്ക് ജീവിത വിജയം എന്ന് പറഞ്ഞാൽ? നമുക്ക് പല പല ആശയങ്ങൾ ഉണ്ടാകാം. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ്. ഭൂരിഭാഗം ആളുകൾ സ്നാനപ്പെട്ടവരാണ്, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചവരാണ്, പലരും ശുശ്രൂഷയോടുള്ള ആഭിമുഖ്യമുള്ളവരാണ്, ശുശ്രൂഷ ചെയ്യുന്നവരാകാം. ഇപ്പോ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ ചുവട് വയ്ക്കുന്നു. നമുക്ക് കുറെ കാലമാകുമ്പോൾ ശുശ്രൂഷയെ കുറെ പക്വതയാകും. നമുക്ക് തലമുറകളാകും. നമ്മുടെ തലമുറകളൊക്കെ നല്ല നിലവാരത്തിലെത്തും. വീടാകും, വണ്ടിയാകും, അതിന്റെ ക്രമീകരണങ്ങളാകും, എല്ലാം എവരിതിങ് ഫിനാൻഷ്യൽ സൗണ്ട് ഒക്കെയായി ഏകദേശം ഒരു സെറ്റിൽഡ് ആകുമ്പോൾ നമ്മൾ കരുതും ഇതാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. പ്രൈസലോ. ജീവിത വിജയം ഇതാണ് എന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ ജീവിത വിജയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന ചിന്ത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. അതായത് ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. സ്വതന്ത്രം. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും എന്താണ് ദൈവത്തിന്റെ പ്ലാൻ? ആ പ്ലാൻ എന്താണെന്ന് തിരിച്ചറിയുന്നതാണ് ജീവിത വിജയത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. സ്തോത്രം. ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞാൽ ആ വഴിയിലൂടെ അത് നമ്മുടെ ശുശ്രൂഷകളോ ജീവിതമോ മുന്നോട്ട് കൊണ്ടുപോയി അതിന്റെ കർത്താവ് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്തുമ്പോഴാണ് ജീവിത വിജയം ഉണ്ടാകുന്നത്. ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. ജോലിയും വീടും വണ്ടിയും സൗകര്യങ്ങളും ശുശ്രൂഷയുടെ വിവിധ തലങ്ങൾ പോലും സെക്കൻഡറിയാണ്. ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന പദ്ധതിയിൽ എത്തുന്നതാണ് ജീവിത വിജയം. എത്ര പേര് സ്തോത്രം ചെയ്യും?
അതിന് മഹത്വം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ജീവിത വിജയം ഉണ്ടാകണം. ദൈവത്തിന്റെ പദ്ധതി, യിരെമ്യാവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു ഫീറ്റസ് ആയിരിക്കുമ്പോൾ തന്നെ അവനോടെയുള്ള ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടവൻ പുറത്തു വന്ന് കാര്യപ്രാപ്തി എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ ചെയ്യാനുള്ള ശുശ്രൂഷ എന്തെന്നവനെ ബോധ്യപ്പെടുത്തി. എനിക്ക് പക്വതയും പ്രായവുമായിട്ടില്ല, ഞാൻ ബാലനാണെന്ന് ദൈവത്തോട് പ്രതിവചിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, നീ നിന്റെ പ്രായം വിലയിരുത്തിയല്ല എന്റെ ശുശ്രൂഷയെ മാർക്കിടേണ്ടത്, ഞാൻ നിനക്ക് വേണ്ടി ജാഗരിച്ചുകൊണ്ട് നിന്നെ ശുശ്രൂഷ ഉയർത്താൻ പോവുകയാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് യിരെമ്യാവിന്റെ ജീവിതം അതിനുവേണ്ടി തന്നെ വേർതിരിച്ച് അതിശക്തമായ ശുശ്രൂഷകൾ ചെയ്യാൻ തുടങ്ങി. പക്ഷേ പലർക്കും ഇഷ്ടമായില്ല. അത് രാജാക്കന്മാർക്ക് ഇഷ്ടമായില്ല, കൂടെയുള്ളവർക്ക് ഇഷ്ടമായില്ല, കൂട്ടുപ്രവർത്തകർക്ക് ഇഷ്ടമായില്ല. അവരൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. പക്ഷെ യിരെമ്യാവ് തന്നെ ലക്ഷ്യബോധം മാറ്റിയില്ല. അവർ ശക്തമായി ശുശ്രൂഷിക്കാൻ തുടങ്ങി. ആളുകളുടെ മുഖം നോക്കിയില്ല. ദൈവം കൊടുത്ത നിയോഗം അനുസരിച്ച് വീഴുവാനും അത് നടുവാനും പൊളിക്കുവാനും പണിയുവാനും ഒക്കെയുള്ള അതിശക്തമായ നിയോഗത്താൽ താൻ ശുശ്രൂഷയൊക്കെ ചെയ്തു. പക്ഷേ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒരു സ്വസ്ഥത താൻ അനുഭവിച്ചിട്ടില്ല. സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടില്ല. ഇത്തിരി വെള്ളമെങ്കിലും നന്നായിട്ട് കുടിച്ചിട്ടില്ല. നല്ലൊരു ആഹാരം കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഞെരുക്കങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഒറ്റക്കിണറ് കാവൽപ്പുരമറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്നത് വിവിധ നിലവാരത്തിൽ തന്റെ ശുശ്രൂഷയുടെ ലക്ഷ്യത്തെ തകർത്ത് കളയുവാൻ രാജാക്കന്മാർ മുതൽ കൂട്ടുപ്രവാചകന്മാർ മുതൽ അതേ നേതാക്കന്മാരൊക്കെ വല്ലാതെ പെരുമാറുമ്പോൾ താൻ പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് പറ്റില്ലെന്നൊക്കെ പറഞ്ഞപ്പോ വചനമകത്തേക്ക് ചെന്ന് തീ പോലെ കത്തി അവൻ അവന്റെ അസ്ഥികളിൽ അങ്ങനെ വെളിപ്പെട്ടിട്ട് അവൻ വീണ്ടും ശുശ്രൂഷയിലേക്ക് നീങ്ങി. അപ്പോഴും ഒരു പ്രായം വരെ കെട്ടപ്പെട്ടവനായി കാവൽപ്പുരം മുറ്റത്ത് കിടക്കുമ്പോ ദൈവം വാഗ്ദത്തം നിറവേറ്റാൻ ചെയ്ത ഒരു പദ്ധതി എന്തെന്നറിയാമോ? ഒരു രാജാവല്ലേ കെട്ടിയിട്ടത്, പക്ഷെ ഈ ലോകത്തിലെ സകല രാജാക്കന്മാരുടെ അധികാരം ദൈവം എടുത്തു കളഞ്ഞു. സകല രാജാക്കന്മാരെ സീറോയാക്കിയിട്ട് ഒരൊറ്റ മനുഷ്യനെ രാജാവായി ദൈവം കൊണ്ടുവന്നവന്റെ പേരാണ് നെബൂഖദ്നേസർ. അന്ന് നെബൂഖദ്നേസറിനെ ചക്രവർത്തിയായി കൊണ്ടുവന്നിട്ട് ഈ ഇസ്രായേലിന്റെ ആലയം മുഴുവൻ ഇടിച്ചു നിരത്തിയെങ്കിലും നെബൂസരദാൻ എന്ന സേനാധിപതിയോട് ഈ നെബൂഖദ്നേസർ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ യിരെമ്യാവിനെ നോക്കിക്കോണം. അവൻ വർഷങ്ങളായി കെട്ടപ്പെട്ട് കിടക്കുകയാ. അവന്റെ കെട്ടഴിച്ചു വിട്ട് അവന് സ്വാതന്ത്ര്യം കൊടുക്കണം. ഇന്ന് പകൽക്കാലം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. വാഗ്ദത്തം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ, നീ ദൈവത്തിന്റെ പ്രോഗ്രാമിലാണെങ്കിൽ, ആരൊക്കെ നിനക്കെതിരെ പ്രതിസന്ധികൾ ഉണ്ടാക്കിയാലും ഒരു സുപ്രഭാതത്തിൽ നിന്റെ വാഗ്ദത്തം നിന്നെ തേടി വരും. അത് നെബൂസരദാന്റെ രൂപത്തിലാകാം, നെബൂഖദ്നേസറിന്റെ രൂപത്തിലാകാം, മറ്റാർക്കും ആധിപത്യം പുലർത്താൻ കഴിയാത്ത നിലയിൽ ഒരു സ്വാതന്ത്ര്യം നിന്റെ മേൽ വന്നിട്ട് നിന്റെ കെട്ടുകൾ ഒഴിക്കുക. നെബൂസരദാൻ വന്ന് യിരെമ്യാവോട് പറഞ്ഞൊരു ദൂതുണ്ട്, ഞാൻ നിന്റെ കെട്ടഴിക്കുക, ഇനിയും നിന്നെ ആരും കെട്ടുകയില്ല. കാരണം ആർക്കും കെട്ടാൻ കഴിയാത്ത വണ്ണം ഒരു ഉത്തരവ് മേളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉത്തരവിനെ ലംഘിക്കുന്ന വേറൊരുത്തൻ ഇവിടെ ഇല്ല. അത് രാജാവായ ദൈവം മാത്രമേ ഉള്ളൂ എന്ന ബോധ്യം യിരെമ്യാവിന്റെ അകത്ത് കൊടുത്തിട്ട് പറയുക, നിനക്ക് നീ എങ്ങനെ ശുശ്രൂഷിക്കേണ്ടത്? നിനക്ക് സ്വന്തക്കാരുടെ ഇടയിൽ വേണോ, നാട്ടുകാരുടെ ഇടയിൽ വേണോ, അത് സമൂഹത്തിൽ വേണോ, കൊട്ടാരത്തിൽ വേണോ? ഇനി കൽദയദേശത്ത് അവിടെ നിൽക്കുന്ന പ്രവാചകനാണ്, എവിടെ വേണമെങ്കിലും. ഇന്നലെ വരെ നിന്നെ കെട്ടിയിട്ട് ഒതുക്കി ഇവിടെ കിടന്നുകൊണ്ട് മാത്രം നീ കൂടുതൽ പറഞ്ഞ് നിന്റെ ഞെരുക്കത്തിനകത്ത് നിന്നത് നീ അത് ദർശനം വിടാതെ നിന്നത് കൊണ്ടോ നിന്റെ മുമ്പിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ വഴി ഒരുങ്ങുക. ഇന്ന് മുതൽക്കാലം എത്ര പേർക്ക് സ്തോത്രം ചെയ്യുക. നിയോഗം എന്ന് പറയുന്ന വലിയ വിഷയം. ദൈവത്തിന്റെ നിയോഗം വലിയ വിഷയമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മെക്കുറിച്ച്? നമ്മളിവിടെ വചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പല പല വിഷയങ്ങൾക്ക് മറുപടി കിട്ടുന്നു, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ കർത്താവിന്റെ വചനം പറയുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശ്യന്മാരാകണം. ഇതല്ലേ ഉദ്ദേശ്യം? സ്തോത്രം. നമ്മുടെ എല്ലാവരുടെ ജീവിത ലക്ഷ്യം ഇതല്ലേ? അതാകാൻ എന്താ വേണ്ടത്? ഒന്നൊരു ചിന്ത പറഞ്ഞിട്ട് ഞാൻ വചനത്തിലേക്ക് കടക്കാം. സ്തോത്രം. എങ്ങനെയാണ് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ അത് ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിത മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് ക്രിസ്തുവിന്റെ സാദൃശ്യമല്ലേ നമ്മിൽ പകരേണ്ടത്? ഹല്ലേലൂയ. നിങ്ങളിലാ
എന്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്തുമെന്ന് ശക്തമായി വിളിച്ചു പറയാൻ കഴിഞ്ഞ ക്രിസ്തുവിന്റെ സ്വഭാവമല്ലേ നമ്മിൽ പകരേണ്ടത്. ആലയത്തിൽ മിന്നിത്തിളങ്ങിയ നാണയത്തുട്ടുകളുടെ മുമ്പിൽ കണ്ണു മഞ്ഞളിച്ചു പോകാതെ എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് പ്രസ്താവിച്ച് നാണയത്തുട്ടുകൾ കിലുങ്ങിക്കിടന്ന ആ മേശകളെയൊക്കെ തള്ളിമറിച്ചിട്ട് ദൈവത്തിന്റെ ആലയം ശുദ്ധീകരിച്ച യേശുവിന്റെ സാദൃശ്യമല്ലേ നമ്മിൽ പകരേണ്ടത്. സ്തോത്രം. തന്നെ കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ, ഒറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ, നിയമത്തിന്റെ കുരുക്കിലേക്ക് കൊണ്ടുവരാൻ വന്നവരുടെ മുമ്പിൽ അവരുടെ ഹൃദയങ്ങളെ തിരിച്ചറിഞ്ഞ് അവരുടെ കുറവുകളെ ബോധ്യപ്പെടുത്തി ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്തിയ ക്രിസ്തുവിന്റെ സാദൃശ്യമല്ലേ നമ്മിൽ പകരേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ഭൂകമ്പത്താൽ കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ ഇളകി, അത് ഞാനിനി മരിച്ചു കളയണമെന്ന് ആഗ്രഹിച്ച് ആ വാളെടുത്ത് സ്വയം മരിക്കാൻ ആഗ്രഹിച്ച കാരാഗ്രഹ പ്രമാണി അകത്തളത്തിൽ കിടന്നുകൊണ്ട് ഇരുട്ടത്ത് അത് നിനക്ക് തന്നെ ഒരു ദോഷവും വരുത്തരുതെന്ന് വെളിപ്പാടിന്റെ സാദൃശ്യത്തിലല്ലേ നമ്മൾ വളരേണ്ടത്. പണം കൊണ്ട് പരിശുദ്ധാത്മാവിനെ വിലയ്ക്ക് വാങ്ങാമെന്ന് ആഗ്രഹിച്ച് അത് ദൈവദാസന്മാരുടെ അടുക്കൽ ദ്രവ്യം കൊണ്ടുവന്നപ്പോ നിന്റെ പണം നിന്റെ കൂടെ നശിക്കട്ടെ എന്ന് പറഞ്ഞ അവനെ കൈകാര്യം ചെയ്ത അതേ ആത്മാവിന്റെ സാന്നിധ്യമല്ലേ നമ്മുടെ മേൽ പകരേണ്ടത്. ഹല്ലേലൂയ. പ്രാണനെടുക്കാൻ വാളൂന്നി നിൽക്കുന്നവന്റെ അത് കാതറുത്ത് പത്രോസ് മാറ്റിയപ്പോ ആ കാത് പിടിച്ച് സൗഖ്യമാക്കി അവിടെയും സ്നേഹം കാണിച്ച യേശുവിന്റെ സാദൃശ്യമല്ലേ നമ്മുടെ ജീവിതത്തിൽ പകരേണ്ടത്. സ്തോത്രം. സ്നേഹബന്ധങ്ങൾക്ക് കടപ്പാടുകൾക്ക് ഒന്നും സ്ഥാനമില്ലാതെ മാതാപിതാക്കളെ വാർദ്ധക്യ സകലത്തിലേക്കും അവിടെ ഇവിടെയൊക്കെ തള്ളിക്കളയുന്ന കാളുകളുടെ ആത്മീയമുള്ളപ്പോ യേശു അവസാന ശ്വാസത്തിന് മുമ്പ് യോഹന്നാന്റെ കയ്യിലേക്ക് തന്റെ അമ്മയെ പിടിച്ചേൽപ്പിച്ചിട്ട് ഇവ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് അവരെ സൂക്ഷിക്കാൻ കൽപ്പിച്ച യേശുവിന്റെ സ്നേഹമല്ലേ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ. യേശു കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് 40 ദിവസം കഴിയുന്നതിന് മുമ്പ് യേശുവിന്റെ ശബ്ദം മറന്നുപോയ പത്രോസിനെ പേടിച്ചെന്ന് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച യേശുവിന്റെ സാദൃശ്യമല്ലേ നമ്മുടെ ജീവിതത്തിൽ പകരേണ്ടത്. ഞാൻ ഈ സാദൃശ്യം ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒത്തിരി ആവേശം വരാറുണ്ട്. ഇന്ന് പകൽക്കാലത്ത് ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. അത് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ 34 വരെ ഞാൻ തന്നെ വായിക്കാം. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോരാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. അവൻ അവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളി പറയും മുമ്പേ ഇന്ന് കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വതം. അപ്പോ ഇവിടെ യേശു കർത്താവ് ലാസ്റ്റ് എൻകൗണ്ടർ, അതായത് തന്റെ അന്ത്യ അത്താഴത്തിന് ശേഷം ശിഷ്യന്മാരുമായി സംഭാഷണം നടത്തുന്ന വാക്കുകളാണ് ഞാനിവിടെ വായിച്ചത്. സ്തോത്രം. അപ്പോ കർത്താവ് പറയുന്ന ഒരു കാര്യം, സാത്താൻ നിങ്ങളെ, പത്രോസിനെ വിളിച്ചിട്ടാ പറയുന്നത്, പത്രോസെ എന്ന് സംബോധന ചെയ്തിട്ട് നിങ്ങളെ, അപ്പൊ പത്രോസിന് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ്, നിങ്ങളെ കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ പിശാച് അനുമതി ചോദിച്ചു. സ്തോത്രം. അപ്പൊ നമുക്കവിടെ ഒരു കാര്യം ബോധ്യമാകും. പിശാച് എന്തൊക്കെ പദ്ധതികൾ ഒരുക്കിയാലും അല്ലെങ്കിൽ തമ്പുരാന്റെ അനുമതി ഇല്ലാതെ വീണ്ടെടുക്കപ്പെട്ട ഒന്നിന്റെ മേൽ കൈവെക്കാൻ അവന് കഴിയത്തില്ല. സ്തോത്രം. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ അത് വിശ്വസ്തയോടെ നിൽക്കുന്ന തന്റെ ജനത്തിന്റെ മേൽ കൈവെക്കണമെങ്കിൽ തമ്പുരാന്റെ അനുമതി വേണം. പത്രോസിന് അനുമതി കൊടുത്തില്ല പത്രോസിനെ കൈവെക്കാൻ. പക്ഷെ യോബിന്റെ കാര്യത്തിൽ നീ അനുമതി കൊടുത്തായിരുന്നു, നീ അവനെ എന്നാ വേണേലും ചെയ്തു. അപ്പൊ ആ പേഴ്സണാലിറ്റി എന്താണെന്ന് വ്യക്തമായ ബോധ്യം ദൈവത്തിനുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു അനുമതി കൊടുത്തത്. 2, ഏത് പ്രതിസന്ധിയിലും നിൽക്കുന്ന ഒരു സാക്ഷ്യത്തെ
ദൈവത്തിന് വേണമായിരുന്നു. സ്വന്തം ഭാര്യയോ കൂട്ടുകാരോ ഒക്കെ നിരന്തരമായി അടുത്തിരുന്ന് മാനസിക സംഘർഷങ്ങളിലൂടെ കടത്തിവിട്ടിട്ടും അവിടെല്ലാം ദൈവത്തിന്റെ കൃപയിൽ ഉറച്ചു നിൽക്കാൻ അത് ഇയ്യോബിന് കഴിഞ്ഞത് അവന്റെ പേഴ്സണാലിറ്റി അങ്ങനെ ദൈവസന്നിധി ഉറപ്പിച്ചത് കൊണ്ടാ. പിശാചിനോട് പറഞ്ഞ നീ എന്നാ വേണേലും ചെയ്തോ, താണ്ട കിടക്കുന്നു, വേലിയെങ്കിൽ വേലി സകലതയും പൊളിച്ചു കളഞ്ഞു, പക്ഷേ അവരുടെ പ്രാണനെ തുടരുത്. കാരണം പ്രാണനെ തുടർന്ന് തമ്പുരാന്റെ അനുമതി വേണം. ഇന്ന് പകൽ നാം തിരിച്ചറിയേണ്ടത്, നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ രക്ഷിക്കപ്പെടും. രക്ഷയുടെ 3 കാലമുണ്ട്. രക്ഷിക്കപ്പെട്ടു, പെട്ടുകൊണ്ടിരിക്കുന്നു, പെടും. സ്വത്രം. നമുക്ക് 3 മണ്ഡലമുണ്ട്. ദേഹം, ആത്മാവ്. നമ്മൾ ഇപ്പൊ രക്ഷിക്കപ്പെടുക ആത്മാവില. ദേഹവും ദേഹിയെ കൂടെ കിടക്കുക. ദേഹത്തിന്റെ രക്ഷ കർത്താവിന്റെ വരവിക്കില്ല. ഈ ദേഹിയുടെ രക്ഷ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആത്മാവ് രക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ട് നാളെ എന്ന് ദേഹം രക്ഷിക്കപ്പെടുമെന്ന് കരുതരുത്. സ്തോത്രം. ദേഹി രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അപ്പൊ 3 കാലത്തും രക്ഷയുണ്ട്. പ്രസന്റ് ഉണ്ട്, ഭൂതകാലത്തിലുണ്ട്, ഭാവി കാലത്തിലുണ്ട്. പക്ഷെ ഈ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. അതൊക്കെ ഒരു ഭാവനയാണ്. എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, മിനിറ്റായി, മിനിറ്റ് മണിക്കൂറായി, മണിക്കൂർ ദിവസമായി, ദിവസം മാസമായി, മാസം വർഷമായി, വർഷം നൂറ്റാണ്ടായി, നൂറ്റാണ്ട് സഹസ്രാബ്ദമായി. അത് ലോകത്തിന്റെ ചരിത്രമായി. സെക്കൻഡേ തുടങ്ങിയതാ. അതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി, നാനോ ആക്കി നോക്കിക്കേ. ഇങ്ങോട്ട് ഉദിച്ചു വരുന്നതിന് മുമ്പേ തീർന്നു. അപ്പൊ പ്രസന്റ് ടെൻസിന് എത്ര ഡ്യൂറേഷൻ ഉണ്ട്? അതിങ്ങോട്ട് ഉദിക്കുമ്പോഴേ തീർന്നു. അത് ഭൂതകാലമായി കഴിഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കും നാളെ രക്ഷപ്പെടാം, പിന്നെ രക്ഷപ്പെടാം, നാളെ ഞാൻ ക്രമീകരിച്ചോളാം എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഓരോ നാനോ സെക്കൻഡിനും വാല്യൂ ഉണ്ട്. ഇന്ന് മുതൽക്കാരും തിരിച്ചറിയണം. അതുകൊണ്ട് ഓരോ നാനോ സെക്കൻഡും നമ്മൾ ക്രിസ്തുവിലാണെന്ന് ഓർമ്മിപ്പിച്ചോണം. രക്തത്താല ജയം. എങ്കിലേ ഭാവിയിൽ ഈ ജഡം വീണ്ടെടുക്കപ്പെടുകയുള്ളൂ. എത്രയോ സ്വോത്രം ചെയ്യും. രക്ഷിക്കപ്പെട്ടു, നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രാണന് ഗ്യാരണ്ടി ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഈ ദേഹിയും കൂടെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. മനസ്സും വികാര മണ്ഡലവും ഒക്കെ ഉൾപ്പെടുന്ന ദേഹി, ഇതും രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. എങ്കിലേ നമ്മുടെ ഈ ശരീരം വീണ്ടെടുപ്പ് പ്രാപിക്കുകയുള്ളൂ. സ്തോത്രം. മകൾക്കാലം മടങ്ങി വരട്ടെ. ഇവിടെ പത്രോസിനോട് പറയുകയാണ്, നീ ഒരു വേള തിരിഞ്ഞു വന്ന ശേഷം സഹോദരന്മാരെ ഉറപ്പിച്ചു. ഇത് കേട്ടാൽ എങ്ങനെ ഇഷ്ടപ്പെടുമേ? കാരണം ഇറങ്ങിയ സമയം മുതൽ തീനും കുടിയും കിടപ്പും ഉറക്കവും എല്ലാം കർത്താവിന്റെ കൂടെ. വേറൊരു സൈഡ് ബിസിനസ്സിന് പോയിട്ടില്ല, വേറൊരു കാര്യത്തിന് പോയിട്ടില്ല, കർത്താവിന്റെ കൂടെ നിന്ന് മാറിയിട്ടില്ല. അത് എന്തിനും കർത്താവിന്റെ കൂടെ നിൽക്കുന്ന പത്രോസിനോട് പറയുക, നീ ഒരു വേള തിരിഞ്ഞു വരേണ്ടി എന്ന് പറഞ്ഞാൽ പിന്മാറ്റത്തിൽ പോകുന്നല്ലേ അർത്ഥം. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പസന്റെ നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയ നിലവാരത്തെ സ്വയം വിലയിരുത്തിച്ച് എനിക്കൊരു കുഴപ്പമില്ല, എവരും അത് കറക്റ്റ് ആണെന്ന് ധരിക്കുന്നെങ്കിൽ അബ്സല്യൂട്ട്ലി റോങ്, തെറ്റാണ്. കാരണം നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ദൈവം നമുക്ക് വെളിപ്പാട് വരുമ്പം ഓർത്തോണം, കർത്താവ് എവിടെയാണ് പ്രശ്നം എനിക്കറിയില്ല, ഇപ്പൊ എനിക്കത് മനസ്സിലാകുന്നില്ല, പക്ഷെ എന്നെ സഹായിക്കണമേ എന്നായിരുന്നു പ്രാർത്ഥിക്കുന്ന പത്രോസ്. സ്വയം നീതീകരിക്കാൻ, അങ്ങനെ അല്ല എന്ന് യേശുവിനെ ബോധ്യപ്പെടുത്താൻ. തന്നെ തെറ്റു പറയേണ്ട കാര്യമില്ല. കാരണം ഇവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിന്മാറ്റത്തിന്റെ കാര്യം ചിന്തിച്ചിട്ടില്ല. കർത്താവിന് വിട്ടുവെച്ചു പോകുന്ന കാര്യം ചിന്തിച്ചിട്ടില്ല. നീ അതേ സ്തോത്രം, നിങ്ങളും വേണേ പൊക്കോ എന്ന് പറഞ്ഞപ്പം നിന്നെ വിട്ട് അധികങ്ങൾ എന്ന് പോയി വസിക്കും എന്ന് പാട്ടുപാടിയവനാ പത്രോസ്. അപ്പോ നിത്യജീവ മൊഴികൾ നിന്റെ കയ്യിലുണ്ടല്ലോ എന്ന് പാടിയവനാണ്. അപ്പൊ അങ്ങനെയുള്ള പത്രോസ് തന്നോട് യേശു പറയും, നീ ഒരു വേള തിരിഞ്ഞു വരേണ്ടി വരും എന്ന് പറഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. ശത്രു എന്തെങ്കിലും വെല്ലുവിളി കൊണ്ടുവരും നമുക്കറിയില്ല. നമുക്കൊരു കാര്യം അറിയാമോ? അതായത് ധാരാളം ദൂതികൾ, ആലോചനകൾ ദൈവം നമ്മൾ ഇടപെടാറുണ്ട്. എന്നാൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ദൈവം എപ്പോഴും നമുക്ക് വെളിപ്പെടുത്തി തരത്തില്ല. എന്താ ഇതിന്റെ കാര്യം? ദൈവത്തിന്റെ പ്രോഗ്രാമിലുള്ള ദൈവിക പദ്ധതികൾ നമുക്ക് വെളിപ്പെടുത്തിയാൽ നമ്മൾ മാത്രമല്ല കേൾക്കുന്നത്, പിശാചും കേൾക്കും. അപ്പൊ പിശാച് അതിനോട് ഫൈറ്റ് ഉണ്ടാക്കും. നമ്മളിത് ചോദിച്ചു വാങ്ങിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. ദൈവത്തിന്റെ പ്രോഗ്രാമിലുള്ള ദൈവിക പദ്ധതികൾ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ പിശാച് കേൾക്കും. അവൻ അതിനോട് യുദ്ധം ചെയ്യും. അപ്പൊ അവന്റെ ആ യുദ്ധം നേരിട്ട് ജയിക്കാനുള്ള ആത്മീയ പക്വത നമുക്കുണ്ടെങ്കിൽ ഇതുവരെ കാണാത്ത പുതിയ വെളിപ്പാട് ദൈവം തരും. ആ ആത്മീയ പക്വത നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ആ പക്വത പ്രാപിച്ചാൽ നമ്മൾ ചില വിഷയത്തിൽ ഞരങ്ങണ്ട. നമ്മുടെ മുമ്പിൽ പുതിയ 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 വെളിപ്പാട് ഞാൻ നിന്നോട് കൂടി നിനക്ക് തരുമായിരുന്നു എന്ന് ദാവീദിനോട് പറഞ്ഞതുപോലെ മറച്ചു വെച്ചിരിക്കുന്ന പുറത്തു കൊണ്ട് തരും ദൈവം. ഇന്ന് പകൽക്കാർ ഇത്ര പേര് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് ഭാവിയെ കുറിച്ച് ആശങ്കപ്പെടും. ഇവിടെ പത്രോസ്
പറയുക, കർത്താവേ, ഞാൻ നിന്റെ കൂടെ ചാകാൻ തയ്യാറാ, നിന്റെ കൂടെ തടവിലാകാൻ തയ്യാറാ, ഇനി എന്നാണ് അതെല്ലാം ചെയ്യാൻ തയ്യാറാ. പക്ഷേ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു കോഴി പോലും തള്ളിപ്പറയുന്നൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്നാണ് എന്റെ പക്ഷം. കാരണം അത് ഹന്ന ദൈവസന്നിധി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, പുരോഹിതൻ വന്ന സഹോദരി നിന്റെ വീഞ്ഞറിഞ്ഞിട്ട് എന്ന് പറയുമ്പോ ഇന്നത്തെ സഹോദരിമാരുടെ റെസ്പോൺസ് പോലെ അന്ന് അവർ പ്രതികരിച്ചിരുന്നെങ്കിൽ ശമൂവേല് വരാൻ കുറെ വർഷം കൂടെ താമസിച്ചു. പക്ഷേ യജമാനനെ എന്നെ ഒരു നീച സ്ത്രീയായി കാണരുതേ എന്ന അവിടെ ആ ഒരു സമർപ്പണം ശമൂവേൽ പെട്ടെന്ന് പുറത്തേക്ക് വന്ന് ഇന്ന് പകൽ ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നതിന് തടസ്സമായി ഓൺ ദി സ്പോട്ടിൽ നേരെ പ്രാപിക്കുന്നതിന് ഇതൊക്കെ മുമ്പ് നിന്റെ പേഴ്സണാലിറ്റി ഇളക്കി മറിക്കുന്ന വെല്ലുവിളികൾ ശക്തി കൊണ്ടുവരുമ്പോ അത് തിരിച്ചറിയാനുള്ള ആത്മീയ വിവേചനവും നമ്മുടെ ജീവിതത്തിൽ വേണം. എത്ര പേര് സ്തോത്രം ചെയ്യും? വലിയ പത്രോസ് അത് ഇല്ലാതെ പോയി, അതുകൊണ്ടാണ് പത്രോസ് ഇവിടെ കിടന്ന് തള്ളി പറയേണ്ടി വന്നത്. സ്തോത്രം. നമുക്ക് ഈ മടങ്ങി വരവിന്റെ ആവശ്യകതയുണ്ടോ? ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് മടങ്ങി വരവിന്റെ ആവശ്യമുണ്ട്. ഞാൻ ഉപവാസത്തിലാണ്. സ്തോത്രം. ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. ഇത് എത്ര ദിവസമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആദ്യം ഉപവാസവും പ്രാർത്ഥനയാവുമ്പോൾ ആദ്യം ഇടയ്ക്ക് ഒരു 4 ദിവസം വെച്ചെന്നിരിക്കും. ഏതാണ്ട് വ്യാഴാഴ്ച മുതലിരിക്കും. 4 ദിവസവും കൂടുമ്പോൾ 4 ദിവസമായി. പിന്നെ അടുത്തത് 1-ാം ആഴ്ച, 2-ാം ആഴ്ച, 3-ാം ആഴ്ച, 4-ാം ആഴ്ച, 5-ാം ആഴ്ച. 5-ാം ആഴ്ച ആകുമ്പോൾ 7, 35, പിന്നെ 4, 30, 39 ഞാൻ നിർത്തും. സ്തോത്രം. കൃപയാൽ ഇതിപ്പോ 25-ാമത്തെ 40-ആണ്. സ്തോത്രം. ദൈവം ബലം തന്നാൽ ഹല്ലേലൂയ. 21 ആണ്ട് 43 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. സ്തോത്രം. അല്പം പവർ കുറഞ്ഞു തോന്നിയാൽ തമ്പുരാന് സന്നിധിയിൽ നിന്ന് പ്രാപിച്ചോളൂ. എത്ര പേര് സ്തോത്രം ചെയ്യും? അല്ലേ? വയസ്സ് 63 ഭയങ്കര മറ്റ് രോഗങ്ങളൊന്നും തന്നിട്ടില്ല. ഉപവസിക്കാൻ ദൈവം എനിക്ക് ബലം തന്നേക്കുന്ന സകല മഹത്വം കർത്താവിനും ഇന്ന് പകൽക്കാലം പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ. നാളെ എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമായി നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മതയോട് വേണം ദൈവത്തോട് പ്രതികരിക്കാൻ. നമുക്ക് ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് പോകാം. മടങ്ങി വരവിന്റെ കാര്യം ഞാൻ പിന്നീട് പറയാം. സ്തോത്രം. അതായത് പെസഹ പെരുന്നാൾ അടുത്തപ്പോ അത് ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ എങ്ങനെ യേശുവിനെ ഒതുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുക. പലതവണ അവർ നോക്കി, ന്യായ പ്രമാണത്തിൽ കുരുക്കാൻ നോക്കി, നിയമപരമായി കുരുക്കാൻ നോക്കി, അത് വാക്കുകളിൽ പിടിക്കാൻ നോക്കി, ഒരു തരത്തിലും പറ്റുന്നില്ല. അന്ന് അവസാനം അവർ തീരുമാനിച്ചു ആൾക്കൂട്ടം ഇല്ലാത്ത സമയം നോക്കി യേശുവിനെ ഒന്ന് കൈകാര്യം ചെയ്യണം. അതിനവർ തപ്പി നടക്കുക. പക്ഷേ നടന്നിട്ടൊന്നും പറ്റുന്നില്ല. എന്താ കാര്യം? ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് യേശുവിനെ എത്തിക്കൊടുത്ത യൂദ ഈ ഗതസമനെ വെച്ച് ഇൻഡിക്കേഷൻ കൊടുത്തത്? ഞാൻ ആരെ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്യുന്നു അതാണ് യേശു. അങ്ങനെ എന്താ ഇൻഡിക്കേഷൻ കൊടുത്തത്? അതിന്റെ അർത്ഥം പുറത്ത് നിൽക്കുന്നവർക്ക് ദോഷം ചെയ്യാൻ വന്നാൽ യേശു ഏതാ ശിഷ്യൻ ഏതാന്ന് മനസ്സിലാകത്തില്ല. സ്വതന്ത്രം ചെയ്യുക. ഇവർ യേശുവിനെ കണ്ടിട്ടില്ലേ? ഈ പരീക്ഷന്മാർ ശാസ്ത്രകാരൊക്കെ യേശുവിനെ കണ്ടിട്ടില്ലേ? അവരൊക്കെ യേശുവിനെ ഉറക്കിയിട്ടില്ലേ? അവർക്ക് എന്താ യേശുവിനെ അറിയാം. പക്ഷെ യേശുവിനെ അവർക്ക് മനസ്സിലാകുന്നില്ല. ദോഷത്തിന് വന്ന തലവിലെ തള്ളി കിട്ടുന്നോ കൊല്ലാൻ നോക്കിയപ്പോ യേശു അവർ കണ്ടില്ല. സ്വതന്ത്രം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ആരാ ശിഷ്യൻ ആരാന്ന് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ശിഷ്യന്മാരുടെ മേലും യേശുവിന്റെ ആവരിക്കുന്ന ഒരു തേജസ്സിന്റെ കവറുണ്ട്. രക്തത്താലം ചെയ്യും. ഇന്ന് പകൽ നാം തിരിച്ചറിയേണ്ടത് നമുക്കെതിരെ ദ്രോഹക്രിയകളും മന്ത്രവാദങ്ങളൊന്നും ഉണ്ടാകാഞ്ഞിട്ടല്ല. മന്ത്രവാദികളുടെ ചങ്ക് കറക്കി രാശി പിടിക്കുമ്പോ നിന്റെ പ്രാണൻ അതിന്റെ നേരെ വരാത്തതിന്റെ കാരണം നിന്റെ യേശു വ്യാപരിക്കുന്ന അതേ തേജസ് കവർ ചെയ്യുന്നത് കൊണ്ടാ, നിന്റെ കവറിങ് ഉള്ളത് കൊണ്ടാ. അവർക്ക് അത് ഇവരുടെ ആൾക്കൂട്ടമില്ലാത്ത സാഹചര്യം കണ്ടുപിടിക്കാൻ അത്രയ്ക്ക് വലിയ പ്രയാസമൊന്നുമില്ല. അവിടെ 10 പേര് സ്പൈ വർക്കേഴ്സ് ആയിട്ട് വെച്ചാൽ മതി, ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ, കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ യേശുവിനെ തിരിച്ചറിയുന്നില്ല. ദ്രോഹത്തിന് വന്നാൽ സമയമാകാതെ തോട്ടാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു? അകത്തുനിന്ന് അവിടെ ഇന്നും പുറത്ത് നല്ല നമുക്ക് കുറെ അടിയും പിടിയൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സ് കീറുന്ന കാര്യങ്ങൾ അകത്തുനിന്നാ ഉണ്ടാകുന്നത്. കൂടെ നടക്കുന്നവര്, കൂടെ ആരാധിക്കുന്നവര് ഒരുപക്ഷെ വെല്ലുവിളികളുമായി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, അത് പുറത്ത് നിൽക്കുന്നവർ ഇത് മനസ്സിലാക്കി യേശുവിനെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ യേശു ഈ ദൗത്യം ചെയ്യണമെങ്കിൽ അകത്ത് ഒരുത്തരം സെറ്റ് ചെയ്ത് പറ്റും. അതുകൊണ്ട് ഒരുത്തരം സെറ്റ് ചെയ്ത് വെച്ചേ. ഇനി നോക്ക്, ഇവിടെ യേശു
പത്രോസിനോടും യോഹന്നാനോടും പറയുക, നിങ്ങൾ പട്ടണത്തിൽ പോയി അത് പെസഹ ഒരുക്കണം. ഒന്നാലോചിക്കുക, ഒരു ഗ്രാമത്തിൽ നിൽക്കുക എന്നതിന്റെ അർത്ഥം പട്ടണത്തിലേക്ക് ഒരു പോയി പെസഹ ഒരുക്കണം. അപ്പൊ അവിടെ നിന്നോട്ട് യേശുവിന്റെ വായിലോട്ട് നോക്കിയിരിക്കുക, അടുത്ത എന്താ ദൂത്, ഇത് കേട്ടെങ്കിലേ ഇവർക്ക് പോക്ക് നടക്കുകയുള്ളൂ. പക്ഷെ നമ്മിൽ നിന്ന് കേൾക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പ്രൈസലോ, നമ്മുടെ അഭിപ്രായം അറിയാൻ, നമ്മുടെ ഹൃദയം അറിയാഞ്ഞിട്ടല്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ രക്ഷിക്കപ്പെടുന്നതിന് ഈ വാ കൊണ്ട് പറയുന്നേ, ഹൃദയം കൊണ്ട് അങ്ങ് പറഞ്ഞാൽ ഒക്കത്തില്ലേ? വായ അനക്കാതെ നടക്കുകയില്ല. സ്തോത്രം. ഹൃദയം അറിയുന്നവനാണ് ദൈവം. ഹൃദയത്തിലെ ചിന്തകൾ അറിയുന്നവനാണ് ദൈവം. പാതാളത്തിൽ കിടക്കുന്ന വെച്ചാൽ അവിടെ ദൈവമുണ്ട്. അതേ ഹോറിസോണിൽ പോയി പാർത്താൽ അവിടെ ദൈവമുണ്ട്. പക്ഷെ രക്ഷിക്കപ്പെടണമോ, വാ കൊണ്ട് പറഞ്ഞേ പറ്റൂ. അതെന്തിനാണ് നമ്മൾ മനസ്സിലാക്കണം. അതേ തേജസ്സുള്ള ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യാപാരത്തിന്റെ കീഴിലാണ് ലോകം. അപ്പൊ നമ്മുടെ പുറത്ത് വേറൊരു ലോകമുണ്ട്, അവിടെ ഒരു ദൈവമുണ്ട്. ദൈവം എന്ന് അവകാശപ്പെടുന്നവൻ അവൻ കേൾക്കണ്ട നീ പറഞ്ഞത്. സ്വതന്ത്രം. ഞാൻ നിന്റെ ജൂഡിഷൻ നിന്ന്, നിന്റെ ആധിപത്യത്തിൽ നിന്ന് ഞാൻ യേശുവിന്റെ ആധിപത്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇത് പറയാതെ നമുക്ക് വീണ്ടെടുപ്പ് നടക്കത്തില്ല. റിട്ടേൺ ചെയ്യും മനസ്സിൽ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് മാത്രം വീണ്ടെടുപ്പ് നടക്കത്തില്ല. നമ്മൾ തൊഴിലുകൊണ്ട് ഇങ്ങനെ സ്തോത്രം ചെയ്തുകൊണ്ട് മാത്രം വീണ്ടെടുപ്പ് നടക്കത്തില്ല. നിന്റെ പാപത്തിന് പരിഹാരത്തിന് കാലൊരു കർത്താവ് മരിച്ചു എന്ന ആ നീതിക്ക് ഒരു നീതി. ഇന്ന് രാത്രി ഞാൻ സ്നാനത്തിന്റെ ക്ലാസ്സിലത്തിന് വന്നപ്പോ പെട്ടെന്ന് ചിന്തിച്ചാൽ എന്താ നീതി? അതേ സ്തോത്രം, ആദാമ്യ പാപത്താലുണ്ടായ പാപപരിഹാരത്തിന്റെ നീതി യേശുക്രിസ്തുവിലൂടെയാണ് എന്റെ ഹൃദയം വിശ്വസിച്ചുകൊണ്ട് വാഗുണ്ട് പറഞ്ഞെങ്കിലേ രക്ഷിക്കപ്പെടൂ. സ്വതന്ത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരട്ടെ. നോക്ക്, നമ്മുടെ വായി കേൾക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഈ പത്രോസും യോഹന്നാനും ഇങ്ങനെ നോക്കി നിൽക്കാം. യേശു പറയുക, നിങ്ങൾ ഇവിടുന്ന് നടന്നു ചെല്ലുമ്പം ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളവും കൊണ്ട് നിങ്ങൾ എതിർവിടും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നാണ് നമുക്ക് ഇപ്പൊ ഈ മൊബൈലിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയോ രാജ്യങ്ങൾ, ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഇരുന്നാൽ നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത്. ഈസി ആയിട്ട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ നമുക്ക് ഇന്നത്തെ അഡ്വാൻസ്ഡ് സാഹചര്യങ്ങളുണ്ട്. ഇതൊന്നും ഓർമ്മയെപ്പോലും ഇല്ലാത്ത ഒരു കാലത്ത് യേശു പറയുക, നിങ്ങൾ ഇവിടുന്ന് നടന്ന് പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളവും കൊണ്ട് നിങ്ങൾക്ക് എതിർപ്പെടും. എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സുകളെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽക്കാലം നമ്മൾ തിരിച്ചറിയണം. പ്രൈസലോ. നമ്മുടെ തലമുറയുടെ വിഷയത്തിൽ, ഭാവി വിഷയത്തിൽ, മറ്റൊരുപാട് കാര്യങ്ങളിൽ പലപ്പോഴും സങ്കടപ്പെട്ട് ഞരങ്ങുന്നവരാ. ജോലിയുടെ വിഷയത്തിൽ സങ്കടപ്പെട്ട് ഞരങ്ങുന്നവരാ. ഇന്ന പ്രതിസന്ധികളിൽ സങ്കടപ്പെട്ട് ഞരങ്ങുന്നവരാ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, മനസ്സുകളെ കോർഡിനേറ്റ് ചെയ്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പ്രൈസലോ. ഇവര് ഞാൻ എന്തിന്റെ അനുഭവം പറയാം. ഞാൻ സ്വത്രം, എനിക്ക് നേരിട്ട് പരിചയമില്ലാത്തൊരു ഫാമിലി കുവൈറ്റിലുണ്ട്. എനിക്ക് പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അവിടുത്തെ പുള്ളിക്കാരൻ നല്ല ജോലിയാണ്, പുള്ളിക്കാരിയും നല്ല ജോലിയായിരുന്നു. ആ പുള്ളിക്കാരുടെ ജോലി കോവിഡിന്റെ സമയത്ത് അങ്ങ് പോയി കഴിഞ്ഞപ്പോ ഇവർക്ക് ഭയങ്കര സങ്കടം. രണ്ടുപേരും കൂടെ ജോലി ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ പോയി ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവരുടെ ഒരു സഹോദരൻ മുഖാന്തരം എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് പറഞ്ഞു, നിങ്ങളെ പറഞ്ഞു വിട്ട അതേ കമ്പനിയിലേക്ക് നിങ്ങൾക്ക് ജോലി തരും. ഓക്കെ. 2 ആഴ്ച കഴിഞ്ഞപ്പോ അവര് റെസ്യൂം തരാൻ പറഞ്ഞു. റെസ്യൂം കൊടുത്തു. പക്ഷെ ആ സ്ഥലത്തേക്ക് വേറൊരാളെ എടുത്തു. സ്തോത്രം. അപ്പൊ ഇവര് സങ്കടപ്പെട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരാഴ്ച ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കർത്താവിന്റെ ദാസനെ ആ ജോലി വേറെ. ഞാൻ പ്രാർത്ഥിച്ചെടുക്കുകയുണ്ടോ? ഇല്ല ഇല്ല, ആ ആളിനെ അവിടുന്ന് മാറിയിട്ട് നിങ്ങൾക്ക് ജോലി വരും. സ്തോത്രം. ഹല്ലേലൂയ. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഈ സഹോദരി വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ എന്നെ അവിടേക്ക് വിളിച്ചു, മറ്റേ ആളിനെ അവിടുന്ന് മാറ്റി എനിക്ക് ആ ജോലി തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ദൈവം ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് മുറുകെ പിടിച്ചാൽ നിശ്ചയമായിട്ടും നമ്മൊരു വാക്ക് പറഞ്ഞ ദൈവം മാറില്ല എന്ന ഉറപ്പ് ഇന്ന് പകൽക്കാലം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വഴി തുറക്കുമോ? ഹല്ലേലൂയ. ഞാന് 2003 എന്തോന്ന് നവംബർ മാസം തമിഴ്നാട്ടിൽ ഭയങ്കര വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സമയത്ത് സ്വതം എനിക്ക് ചെന്നൈയിൽ ഒരാളെ പൈശാചിക വെല്ലുവിളി, എന്റെ മെയിൻ ശുശ്രൂഷയതാണ്. ആ വെല്ലുവിളി കൈകാര്യം ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ്. പക്ഷേ അങ്ങോട്ട് പോകാൻ വണ്ടിയൊന്നുമില്ല. സ്തോത്രം. അത് എല്ലാം അത് ഓഫായി. അതായത് ട്രെയിൻ എല്ലാം നിന്നു, യാത്രകളെല്ലാം ഓഫായി. 5-ാം തീയതി, നവംബർ 5-ാം തീയതി ധൻബാദ് എക്സ്പ്രസ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് എന്നോട് വീട്ടുകാർ ചോദിച്ചു, പാസ്റ്റർ എങ്ങനെയും വരാമോ? ഞാൻ പറഞ്ഞു വരാം.
അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറി. പക്ഷേ ഡിവറോട് ചെന്നപ്പോഴത്തെ മെസ്സേജ് വന്ന് ഈ ട്രെയിൻ എന്ത് ചെയ്യത്തില്ല, മദ്രാസിൽ പോകത്തില്ല, അത് കാട്ട്പാടി ഇറങ്ങും, രാത്രിയാണ്. കാട്ട്പാടി എനിക്ക് പരിചയമൊന്നുമില്ല. ഞാൻ അവിടുന്ന് എന്ത് ചെയ്യുന്നു? വീട്ടുകാരെ വിളിച്ചു. അവർ പറഞ്ഞു അച്ചാന് നല്ല സുഖമില്ല, അതുകൊണ്ട് അച്ചാന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വന്നു, പുള്ളിക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പൊ ഡ്രൈവർ വീട്ടിൽ പോയി ഇല്ല. അപ്പൊ പിന്നെ എന്നാ ചെയ്യും? എങ്ങനെ ഒരു ക്യാബ് വിളിച്ചു. എനിക്കൊരു പരിചയമില്ല. അങ്ങനെ ഞാൻ AC റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ ട്രെയിൻ നിർത്തുന്നതിന് മുമ്പ് ഒരു ചെറുപ്പക്കാരി, ഒരു 10-29 വയസ്സ് കാണും, നല്ല മോഡേൺ ഡ്രസ് ഒക്കെ ധരിച്ച്, ഒരു ട്രോളി ബാഗ് ഒക്കെ ഇങ്ങനെ പിടിച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മോഡേൺ ഡ്രസ് ധരിച്ച് നിൽക്കുക. ബഹുമാത്മാവോട് പറയുക അവളെ പരിചയപ്പെടാൻ. ഞാൻ ചോദിച്ചു എന്താ മോടെ പേര്? അപ്പം അതിന്റെ പേര് പറഞ്ഞു. ഓക്കെ, എന്താ ജോലി? അവളൊരു കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറാണ്. ഓക്കെ, അങ്ങനെ അവള് ഹിന്ദുവാണ്, പറ്റിയൊരു മോളാണ്. അവരൊക്കെ ഞാൻ പരിചയപ്പെട്ടു. ജോലിയിലിറങ്ങി ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയി. അപ്പൊ ഇവിടെ വീട്ടിൽ ഇങ്ങനെ കോൾ വരിക, നീ എങ്ങനെ പോകും, അവിടെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും എന്നൊക്കെ. അപ്പം അമ്മ വിഷമിക്കണം, ഞാൻ പാസ്റ്റർ ഇങ്ങനെ പരിചയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഇറങ്ങാൻ നേരം ഞാൻ ചോദിച്ചു, മോളെങ്ങനെയാ പോകുന്നേ? അപ്പൊ അവളോട് പറഞ്ഞെങ്കിൽ ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തു. അപ്പൊ എനിക്ക് പെരമ്പത്തൂർ ഇറങ്ങിയാൽ മതി, അവർക്ക് ചെന്നൈക്ക് പോകണം. ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്റെ കൂടെ വരാമോ? സ്വത്രം. ഞാനത് കേൾക്കാനിരുന്നു. സ്വത്രം. ഹല്ലേലൂയ. ഞാൻ ആ ഫ്രണ്ടിൽ കയറിയിരുന്നു. അത് വന്ന ആളോ അജാനുഭവമായ ഒരു തടിമാടൻ. അയാളെ കണ്ട ഒരു ക്രിമിനലാന്ന് തോന്നുന്നു. ഡ്രൈവർ ഒറ്റയ്ക്ക് കൊണ്ടുവന്നാണ് ക്യാബുമായിട്ട്. ഈ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ആ ഒരു യാത്ര അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. എങ്കിലും അങ്ങനെ ഒരു അവസരം എനിക്കുണ്ടായി. കുറച്ച് ദൈവം എന്നോട് പറഞ്ഞു, നീ അവളോട് സംസാരിക്കാൻ. ഞാൻ ചോദിച്ചു, മോളെ നീ എന്തിനാ ആത്മഹത്യക്ക് തീരുമാനിച്ചേ? അവള് കരയാൻ തുടങ്ങി. സ്തോത്രം. വിവാഹം കഴിച്ചിട്ടില്ല, 10-29 വയസ്സുണ്ട്, ഒറ്റയൊരു മോളാണ്. അവര് ഹിന്ദുവാണ്, പക്ഷെ മറ്റു ദൈവങ്ങളെ സേവിക്കുന്നില്ല. എവിടുന്നോ ഒരു ബൈബിള് കിട്ടിയിട്ടുണ്ട്, ആ ബൈബിള് വെച്ച് യേശുവിനെ പ്രാർത്ഥിക്കുന്ന അത് മാത്രമേ അവർക്ക് അറിയാവൂ. അന്ന് ആ കുഞ്ഞവിടെ രക്ഷിക്കപ്പെടാനിടയായി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ മുമ്പിൽ ചില വഴികൾ ദൈവം തുറന്നു കൊണ്ടുവരും. അത് വിശ്വസിക്കുന്നവര് ഇന്ന് പകൽ സ്തോത്രം ചെയ്താട്ടെ. ഈ മനുഷ്യൻ കൺഫ്രണ്ട് ചെയ്ത് വരുമ്പോ ദൈവം പറഞ്ഞു, നീ അങ്ങേരോട് നിങ്ങളൊന്നും മിണ്ടണ്ട. ഇവർ കയറി ചെല്ലുന്ന വീട്ടിലേക്ക് ചെന്നിട്ട് വീട്ടുകാരനോട് ചോദിക്ക്, ഗുരു തന്റെ ശിഷ്യന്മാരുമായി ഇയാളെ പെസഹ കഴിക്കാനുള്ള ഈ സ്ഥലം എവിടെയാണ്? അയാൾ ഒരു വിരിച്ചൊരുക്കിയ വൻമാളിക കാണിച്ചു തരുമെന്നാ പറഞ്ഞു. പ്രൊഫസറോ, ഈ വീട്ടുകാരനെ വലിയ മാളികയൊക്കെ ഒരുക്കി കാത്തിരിക്കുന്നേ. അവന്റെ ഉള്ളിൽ ഒരു തീരുമാനം, അത് ദൈവം കൊടുത്തു. ഇവിടെ ആരൊക്കെ വരാൻ പോകുന്നു, ഇവിടെ ഒരു ശുശ്രൂഷ നടക്കാൻ പോകുന്നു. അവനിങ്ങനെ ഒരുക്കിയിരിക്കുക. ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മുമ്പിൽ എല്ലാം വേഗമായി കാണുക. ഒന്നും നമുക്ക് വ്യക്തത ഇല്ല എങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ ചിലത് ഒരുക്കി വെച്ച് നമ്മൾ നടത്തുന്ന ഒരു ദൈവം തന്ന ഇന്ന് പകലക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി അവിടെ ചെന്നു കഴിഞ്ഞു കർത്താവ് ഇങ്ങനെ ഇതിലിരിക്കുകയാണ്, തിരുമേശയിലിരിക്കുക. അപ്പോ കർത്താവ് 3 പ്രസ്താവനകളാണ് നടത്തുന്നത്. ഒന്ന്, എനിക്ക് നിങ്ങളുടെ കൂടെ ഇത് കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കഴിക്കുന്നില്ല. അതെന്താ കാര്യം? കാരണം ഇവിടെ പുതിയ നിയമത്തിലേക്കുള്ള ഒരു ശുശ്രൂഷയുടെ കൈമാറ്റം നടക്കുക എന്ന് പറഞ്ഞാൽ തിരുമേശയുടെ ഉപദേശം നടക്കാൻ പോവാം. അവിടെ പ്രയാണം ചെയ്യുന്ന അപ്പം തന്റെ ശരീരം, അവിടെ പ്രയാണം ചെയ്യുന്ന വീഞ്ഞ് തന്റെ രക്തം. അതുകൊണ്ട് അതിൽ പാർട്ടിസിപ്പന്റ് ആകാൻ യേശുവിന് പറ്റില്ല. രണ്ടാമത്തെ പ്രസ്താവന, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. സ്വത്രം. അത് പ്രസന്റ് ടെൻസിലാ പറഞ്ഞത്. അപ്പൊ നേരത്തെ ഈ പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്, ഭാവികാല പ്രസ്താവനകളാ, അങ്ങനെ സംഭവിക്കും, നാളെ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. പക്ഷെ ഇന്ന് കാണിച്ചു കൊടുക്കും എന്നുള്ള ചിന്ത വന്നപ്പോ അവർക്ക് ബുദ്ധിമുട്ടായി, ശിഷ്യന്മാർക്ക്. അടുത്ത പ്രസ്താവന അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടായി. നിർണയിക്കപ്പെട്ടതുപോലെ ഞാൻ പോകുന്നു നിശ്ചയം. 22-ാം വാക്യം. അപ്പൊ ഈ 3 കാര്യങ്ങളുടെ വിലയിരുത്തി ഈ ശിഷ്യന്മാർ ചിന്തിച്ചപ്പോൾ മനസ്സിലായി, കർത്താവ് നേരത്തെ പറഞ്ഞ കാര്യം നടക്കാൻ പോവാ. അത് കർത്താവ് പോവുക. എന്നാൽ അടുത്ത സ്റ്റെപ്പ്, അച്ചായന്മാർ അടി ഉണ്ടാക്കാൻ പോവാ. 24-ാം വാക്യം. അത് തങ്ങളിൽ ആരെ ലീഡറാക്കണമെന്ന ചിന്ത, ആരെ വലിയവനായി എണ്ണണം എന്നതിന് തമ്മിൽ തർക്കമുണ്ട്. ഇന്നും അതൊക്കെ തന്നെ നടക്കുന്നത്. സ്വന്തം. കാരണം ഒരാളെ വലിയവരായിട്ട് കാണാൻ പറ്റില്ല. ഞാൻ അപ്പോസ്തലനാ, പത്രോസും പിന്നെ യോഹന്നാനും യാക്കോബിന്റെ അപ്പോസ്തലന്മാരാ. അപ്പൊ ആരോ ഇവനായിട്ട് പണ്ടിന്റെ ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ യേശു ഒരു കുഞ്ഞിനെ പിടിച്ച് നിർത്തിയിട്ട് ഇതുപോലെ ആകാമെങ്കിൽ സ്വർഗത്തിൽ വരിക എന്ന് പറയും. പക്ഷെ ഇപ്പൊ അത് പറ്റത്തില്ല, അത് മറുപടി കിട്ടുക. അപ്പൊ ഇനി ആരോ വലിയവനെ ലീഡറായിട്ട് എണ്ണാൻ പറ്റുന്നില്ല. കർത്താവ് അവർക്ക് കൊടുത്ത ഉപദേശം എന്ന് അറിയാമോ? സ്വത്രം. അടുത്ത വാക്യം വായിക്കുന്നു, ജാതികൾ തങ്ങളുടെ രാജാക്കന്മാരെ, അവരുടെ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് വിളിക്കുന്നു. സ്വത്രം. വെറുതെ യേശു തന്നെ ശിഷ്യന്മാരോട് ഡയറക്റ്റ് പറയാ, നീ പോയി ജാതിയെ കണ്ടുപഠിക്കണം. സ്വത്രം. അപ്പൊ ഉപകാരികൾ എന്ന് പറഞ്ഞാൽ
ബെനിഫാക്ടർ. ബെനിഫിഷ്യറി എന്ന് പറഞ്ഞ എന്താ? നമ്മളൊക്കെ ബാങ്കിന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സ് ആകുമ്പോൾ നമുക്ക് ബാങ്ക് പറയുന്ന പേരാ ബെനിഫിഷ്യറി. ബെനിഫാക്ടർ ബാങ്കാണ്. അപ്പൊ ഉപകാരം, അധികാരം എന്ന വാക്കിന്റെ അർത്ഥം ഉപകാരം എന്നാണെന്ന് യേശുവാ പഠിപ്പിച്ചത്. ഇന്ന് പല അധികാരികളും നോക്കി ഉപകാരത്തിന്റെ ഊവെങ്കിലും ഉണ്ടായിരുന്നു, എന്ത് സന്തോഷമായിരുന്നു. സ്തോത്രം. ഇന്ന് അധികാരത്തിനോട് വെട്ടിപ്പിടുത്തം നമുക്കറിയാം. അധികാരം എന്ന കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാവം മാറിയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. സ്തോത്രം. അതായത് എം ഗോവിന്ദന്റെ എഴുത്തുകാരുണ്ടായിരുന്നു കേരളത്തിൽ. അയാൾ അധികാരത്തിന്റെ ഒരു ഡെറിവേഷൻ പറഞ്ഞിട്ടുണ്ട്. അധികാരം എന്നത് മനോഹരമായ പുസ്തകത്തിൽ മറഞ്ഞു കിടക്കുന്ന മൂർഖൻ പാമ്പാണ്. അവസരം വന്ന പത്തി വിരിച്ച് കൊത്തി പക തീർക്കും. അധികാര കാമം എന്നാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന വേർഷൻ. അതിനൊരു പ്രോഗ്രഷൻ കൊടുത്തിട്ടുണ്ട്. കാമം, ക്രോധം, വിവേകനാശം, ബുദ്ധിനാശം, പിന്നെ സർവനാശം. അധികാരത്തെ അനധികൃതമായി പ്രണയിച്ച ഒരുപാട് പേര് ഈ ലോകത്തിൽ തകർന്നിട്ടുണ്ട്. അത് ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, സദ്ദാം ഹുസൈൻ, അത് അമീൻ, നോർത്ത് കൊറിയയിലുള്ള ഇവരൊക്കെ തകർന്നതും തകരാൻ പോകുന്നതുമാണ്. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ തിരിച്ചറിയണം, അധികാരം എന്നത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന ദൈവം കൈമാറുന്ന അധികാരമോ. സ്വതന്ത്രം നമുക്കറിയാം, മോശ കൽപ്പനകൾ പ്രാപിപ്പാനായിട്ട് പർവ്വതത്തിലേക്ക് കയറിയപ്പോൾ പർവ്വതം പോലും ഒരു മൃഗം തൊട്ടാൽ കൊന്നുകളയണം എന്ന നിലയിൽ പർവ്വതത്തെ ശുദ്ധീകരിച്ചിട്ടാണ് മോശയെ വിളിച്ചത്. താഴെ ജനമുണ്ട്. മോശ പർവ്വതത്തിൽ. യോശുവ എവിടെയായിരുന്നു? ഞാൻ വാക്യം വായിക്കാൻ സമയമെടുക്കുന്നില്ല, വേണേൽ നിങ്ങൾക്ക് വായിക്കാൻ. പുറപ്പാട് 24:12 മുതൽ 32:15 വരെയൊക്കെ പിന്നെ വായിച്ചു. മോശയുടെ കൂടെ ഉണ്ട് യോശുവ. ഈ 40 ദിവസം ദൈവസാന്നിധ്യം ഇരിക്കുമ്പോ ആ ദൈവസാന്നിധ്യത്തിന്റെ കീഴിൽ യോശുവയിൽ ഒറ്റ ദിവസം പോലും ഓവർടേക്ക് ചെയ്യുന്നില്ല യോശുവ. സ്വതന്ത്രം. മോശ മരിച്ചു കഴിഞ്ഞപ്പോ ദൈവം പറഞ്ഞത്, ദാസനായ മോശ മരിച്ചു, നീ ജനത്തെയും കൊണ്ട് അക്കരയ്ക്ക് പോകണം. അപ്പൊ ഇതാണ് ദൈവത്താലുള്ള അധികാര കൈമാറ്റം. അല്ല കസേരകൾക്ക് അധികാരം മേടിച്ചിട്ട് കർത്താവ് ഞങ്ങളെ നിയമിച്ചു എന്ന് നിയമപ്രാർത്ഥന നടത്തുന്ന അല്ല അധികാരം. പ്രൈസലോ. ഇന്ന് മുതൽ നാം തിരിച്ചറിയണം, നമ്മൾ ആവശ്യമുള്ളതിനെ സപ്പോർട്ട് ചെയ്യാവും. പ്രൈസലോ. അല്ല ഈ അധികാരത്തിലൊക്കെ ഇരുന്നുകൊണ്ട് എനിക്കറിയാം ഇതിനകത്തെ സകല വകുപ്പുകളും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഈ തലയെ കെട്ടിവെച്ചപ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടേച്ചും നല്ല ബീഹാറിന് പോയ ഒരാളാണ് ഞാൻ. പകൽക്കാലം ചിന്തിക്കുന്ന യുവമക്കളെ, ദൈവം നമ്മെ നടത്തുന്ന വഴികൾ തുറയിൽ നിൽക്കണം. ഇനി എന്തുകൊണ്ടാ ഇവരെ പാറ്റിക്കളയാൻ ശത്രു പദ്ധതിയിട്ടത്? സ്തോത്രം. അത് പറയുന്നതിന് മുമ്പ് വിശ്വാസത്തിന്റെ, നിങ്ങളുടെ വിശ്വാസം പൊയ്പോകാതിരിക്കാൻ ഞാൻ അപേക്ഷിച്ചു. ആരുടെ? പിശാചിനോടല്ല, പിതാവിനോട്. സ്തോത്രം. എന്താ വിശ്വാസം? നമ്മുടെ ഉണ്ടായിരുന്നാണോ വിശ്വാസം? അല്ലല്ലോ. നമുക്ക് വിശ്വാസം ഇല്ലായിരുന്നു. ഓരോരുത്തർ കളവിട്ട് നൽകിയതുപോലെ ഞാൻ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ റോമലേഖനം അങ്ങനെ പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ വാക്യം, ഈ ലോകത്തിലെ അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരുന്നു. അപ്പൊ ആ കുരുട്ടുകളിൽ തുറന്ന് നമുക്ക് വിശ്വാസം ദൈവം തന്നത് കൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയത്. സ്തോത്രം. നിങ്ങൾക്ക് അത് നല്ലൊരു വണ്ടി ഉണ്ടെന്ന്, കാർ ഉണ്ടെന്ന് ഇരിക്കട്ടെ, നമുക്ക് കേരളം മുഴുവൻ അടിച്ചാലേ മറ്റ് രാജ്യങ്ങളൊക്കെ അടിച്ചൊക്കെ ആ ഏരിയയിൽ. പക്ഷെ ഇവിടുത്തെ രാജസ്ഥാൻ വരെ ഒന്ന് പോകണമെങ്കിലോ അങ്ങ് ഒറ്റയടി കൊണ്ടുപോയില്ല, വണ്ടി കൊണ്ടുപോയി നമ്മൾ ചെക്ക് ചെയ്യും, വേണ്ട കാര്യങ്ങൾ അലൈൻമെന്റ് നോക്കും. ഇവർ ഈ കാര്യങ്ങളെല്ലാം നോക്കി നമ്മുടെ കയ്യിൽ ഒരു തഴക്കം കൂടെ വന്നെങ്കിൽ നമ്മൾ കൊണ്ടുപോകുള്ളൂ. സ്തോത്രം. അപ്പം വിശ്വാസം ദൈവം നമുക്ക് തന്നതേ ഡെവലപ്പ് ചെയ്യണം. ശിഷ്യന്മാരെ യേശുവോട് പറഞ്ഞു, കർത്താവ് ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണേ. പലപ്പോഴും യേശു അവരെ ശക്തമായി തർജ്ജമ ചെയ്തു. അവിശ്വാസം, കോട്ടമുള്ള തലമുറയെ എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ വലിപ്പക്കുറവ് കൊണ്ടാണെന്ന് അവർ ചിന്തിച്ച്. എന്താ സംഭവിച്ചത്? കർത്താവ് പറഞ്ഞു, അത് വലുതാക്കി തരുന്ന പരിപാടിയില്ല. പിന്നെ സ്വത്രം. അതിന് കർത്താവ് നിങ്ങൾക്ക് കടുകുമണിയോട് വിശ്വാസമുണ്ടെങ്കിൽ കാട്ടത്തിയോട് വേരോട് വീഴുത് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അങ്ങനെ അനുസരിക്കും. എന്താ ഈ കടുകുമണി വിശ്വാസം? നമുക്കറിയാം പണ്ടത്തെ വ്യാഖ്യാനം, എണ്ണയിലിട്ട പൊട്ടും തിങ്ങി നിറഞ്ഞ്, ഇതൊക്കെ വ്യാഖ്യാനിച്ച കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ അടിയിൽ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ ആ വാക്യം നിങ്ങൾ മുറുകെ പിടിക്കുമെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സാധിക്കാൻ കഴിയും. അതായത് സ്തോത്രം, നിങ്ങൾക്ക് വയലിൽ ഒഴുകിയോ മേയ്ക്കോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ വയലിൽ നിന്ന് വരുമ്പോ ക്ഷണേന വന്ന് ഊണിലിരിക്കുക എന്ന് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഉണ്ടാക്കുക എന്ന് പറയും. അതുമല്ല, നീ ആദ്യം അരകത്തി എനിക്ക് ശുശ്രൂഷിക്കുക, പിന്നെ വന്ന് നീ ആഹാരം കഴിക്കുക. എന്താ അങ്ങനെ പറയുന്നേ? രാവിലെ ജോലിക്ക് പോകുന്ന നമ്മുടെ ഇന്നത്തെ പണിക്കാരുടെ കൂട്ടല്ലല്ലോ, അവരുടെ അടിമകളാണ്. അവർ വയർ നിറച്ച് കഴിച്ചോണ്ടാ പോകുന്നത്. പക്ഷെ പൊതി കെട്ടി യജമാനം പോകില്ല. ക്ഷീണിച്ച് വരുമ്പോ അത് അവന് കൊടുക്കേണ്ടത് ഭക്ഷണവും വിശ്രമവുമാണ്. പക്ഷെ യജമാനം പറയുക, നീ എത്താഴം ഒരുക്കും, അത്താഴം ഒരുക്കിക്കൊണ്ടിരിക്കുക, നീ പോയി അത് എനിക്ക് വേണ്ടി വിളമ്പിട്ട. എന്താ പറയാൻ കാരണം? തന്നെ പോലെ ഒരു റെപ്യൂട്ടഡ് ദൈവത്തിനോട് പറയില്ല. അവൻ ആരാണ്? അവനൊരു അടിമയാണ്, അവന്റെ ഒരു ദാസനാണ്. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഞാൻ രാജാവിന്റെ മകനാണ്, മകളാണ്. എന്റെ മുമ്പിൽ വരുന്ന ഏത് വിഷയവും, കൈൻഡ് ഓഫ് സബ്ജക്ട്, അത് മുഴുവൻ
ഞാൻ ചവിട്ടി ഒതുക്കാൻ പറ്റുന്ന നിലയിൽ എന്റെ മേൽ ദൈവത്തിന്റെ അധികാരമുണ്ട് എന്ന ബോധ്യത്തോടെ നമ്മൾ വിഷയത്തെ സമീപിച്ചാൽ ഹല്ലേലൂയ കാര്യങ്ങൾ നമ്മുടെ കാച്ചുവിട്ട് വരും. എത്രയോ വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനോഭാവത്തിനാ മാർക്ക്. അല്ലാതെ സ്വന്തം കുറെ നേരം കരഞ്ഞത് കൊണ്ട് മാത്രമല്ല. കരയേണ്ടത് കരഞ്ഞോണം, സ്വത്രങ്ങളൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ മനോഭാവത്തിനാണ് മാർക്ക്. ഈ വെല്ലുവിളികളെ, പോരാട്ടങ്ങളെ, അന്യായ ബന്ധനങ്ങളെ, ആയിരക്കണക്കിന് മന്ത്രവാദികൾ നിരന്ന് വെല്ലുവിളിക്കട്ടെ, എന്നെ സംബന്ധിച്ച് തമ്പുരാൻ കൃപ തേടിയെടുത്തുള്ള കാലം എനിക്ക് പേടിയൊന്നുമില്ല. സ്വത്രം ഹല്ലേലൂയ. കാരണം അങ്ങനെയുള്ള വിഷയങ്ങളെ ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് ഇന്ന്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ദൈവാത്മാ പറയാൻ അനുസരിച്ചില്ല ഞാൻ എന്റെ പാട്ട് എനിക്ക് സ്വത്രാഴ്ച ഒന്നും വിഷയമൊന്നുമല്ല. ഹല്ലേലൂയ. ഞാൻ പാട്ടിന് പോകും. കാരണം എനിക്ക് ശുശ്രൂഷ വരുന്നത് എന്നെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷ അത് നിലനിർത്തണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. പ്രൈസറോ അത് എങ്ങനെ വിനിയോഗിക്കണം അത് മാത്രമാണ് ആഗ്രഹം. അല്ലാതെ പണത്തിന് വേണ്ടി, സാഹചര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ഫ്ലെക്സിബിൾ ആകാൻ തയ്യാറല്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടു, നാളെ എന്നെ വിളിച്ചാലും വിളിച്ചില്ലേലും എന്നെ ഏൽപ്പിച്ച കാര്യം അങ്ങനെയാ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഓർക്കണം, ദൈവമക്കളെ എന്തിനാ നമ്മളെ പാറ്റുന്നത്? അവരെ എന്തിനാ പാറ്റാൻ ശ്രമിച്ചത്? കാരണം യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് പിശാചിന്റെ തല തകർത്ത് അധികാരം നമുക്ക് തിരിച്ചു പിടിച്ച് നമുക്ക് സ്വാതന്ത്ര്യം തരാനാണ്. കർത്താവ് അതൊക്കെ ചെയ്തു. പക്ഷെ പിശാച് ഇവിടുന്ന് പോയോ? പോയില്ലല്ലോ. സ്വതന്ത്രം ചെയ്യാം. പിശാച് ഇവിടുന്ന് പോയില്ല. അവന് ഇവിടുണ്ട്. അവൻ കെട്ടിവെച്ച സ്ഥാപനങ്ങൾ ഇവിടുണ്ട്. അതെല്ലാം ഇവിടുണ്ട്. സ്തോത്രം. അപ്പോ യേശു അത് ദാനം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞാൽ വേറൊരാൾ ഇങ്ങോട്ട് വരാനുണ്ട്. അത് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ചുമ്മാ ഇറങ്ങി വരില്ല. നീ നിൽക്കുന്ന അച്ചായന്മാരുടെ മേലോട്ടാ വരണ്ട. അവരുടെ മേൽ നിറഞ്ഞിട്ട് വേണം അവർ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവരാകാൻ. അങ്ങനൊരു അനുഭവം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ യേശുവിന്റെ യാഗം നടക്കുന്നതിന് മുമ്പേ ഇവരെ പാറ്റി പറപ്പിച്ചു കളയാൻ ശത്രു പദ്ധതിയിട്ടു. ഇന്ന് പകൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പോരാട്ടം വലുതാണോ, നിങ്ങൾക്ക് പ്രതിസന്ധി വലുതാണോ, അതിന്റെ അർത്ഥം നിങ്ങളുടെ വിളി വലുതാണ്. നമ്മുടെ വിള വലുതാണെങ്കിൽ പോരാട്ടം വലുതാണ്, പ്രതിസന്ധി വലുതാണ്, അവൻ കാറ്റിക്കളയുന്ന പദ്ധതികൾ ഒരുക്കും, നീ അത് പ്രാപിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ സംജാതമാക്കും. പക്ഷെ മറക്കരുത്, അവന്റെ ബലം നമ്മുടെ മേലുണ്ടെങ്കിൽ, അവന്റെ കൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മ സാന്നിധ്യം നമ്മുടെ മേലുണ്ടെങ്കിൽ ഇതിനെ കീഴ്മേൽ മറിക്കുന്ന ആത്മപവറിൽ നമുക്ക് ഉപയോഗിക്കപ്പെടുവാൻ കഴിയുമെന്ന ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവകരങ്ങളിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ടെ. നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ദൈവസഭയിലേക്ക് അടുത്ത് എന്നാട്ടെ. പലരും വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരാ. അല്ലരിയ കാറ്റ് അതേ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിയ അനുഭവങ്ങൾ കഴിഞ്ഞ നാളുകൾ ഉണ്ടാകാം. നമ്മളെ വെല്ലുവിളിച്ച ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകാം. നമ്മുടെ കുടുംബത്തിൽ നമ്മളെ പ്രിയപ്പെട്ടവർ തകർത്ത് കളഞ്ഞ വെല്ലുവിളികൾ ഉണ്ടാകാം. വേണ്ട എവിടെ ഇരിക്കുന്ന സാപത്രി സഹോദര സഹോദരി ഞാൻ കാണുമ്പോൾ അവിടെ മനസ്സ് തകർന്നു പോയ ചില മണ്ഡലങ്ങൾ ഞാൻ കണ്ടു. അല്ലൊരീനി എന്താണ്, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് പോലും ഓർത്ത് സങ്കടപ്പെട്ട സമയമുണ്ട്. കൂടെ നിന്നവർ പോലും ഇവിടെ തള്ളിപ്പറഞ്ഞിട്ട് ഒറ്റപ്പെട്ടു പോയ സമയമുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവം നിന്നെ ബലപ്പെടുത്തിയത് കൊണ്ടാ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കാൻ ഇവിടെ വന്നിരുന്നത്. രക്തത്താല ജയം അല്ലെങ്കിൽ ദൈവം അയക്കുന്ന വിടുതലിനായി ഞാൻ സ്തോത്രം ചെയ്യുക. ദൈവമക്കളെ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്ന ഈ ദൈവം നമ്മുടെ നടുവിലുണ്ട്. നിങ്ങൾ വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുകയാ. ഷൈനി ജോൺ അല്ലേലൂയ. ദൈവാത്മാവിനെ കാണിക്കുന്നത് അവരുടെ ഉള്ളിൽ ചില ഭാരങ്ങൾ നിറഞ്ഞിരിപ്പുണ്ട്. സ്തോത്രം. ചില പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർത്ത് അവർ സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടു. ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, അത് സമയബന്ധിതമായ ചില വിടുതലുകൾ നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്നത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താല ജയം. ആൻസി ഷാജു സഹോദരി, നിനക്കൊരു വിളിയുണ്ട്. ആ ബോധ്യം അത് നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. ദൈവം ചില കൃപകൾ നിന്റെ മേൽ പകർന്ന് നിന്നെ നിലനിർത്താൻ ആഗ്രഹിക്കുകയാ. രക്തം ജയം. ഹല്ലേലൂയ. ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടുന്ന ഒരു ചിത്രം ഞാൻ കണ്ടു. രക്തത്താല ജയം. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ നീ ഭാരപ്പെട്ട് തകർന്നപ്പോഴും, നിന്റെ മനസ്സ് മുറിക്കുന്ന വാക്കുകൾ വന്നപ്പോഴും തമ്പുരാന്റെ കരം നിന്റെ കൂടെ ഇരുന്നു. ഈ രക്ഷിക്കപ്പെട്ടതുപോലെ എന്തിനാണെന്ന് ചിന്തിച്ചു പോയ ദിവസങ്ങളിൽ ഇന്ന് പകൽക്കാലം ദൈവം നിന്നോട് പറയുന്നു, ചില വ്യക്തികൾക്ക് മാറ്റം വരുത്തി. നീ എത്ര അടുത്തു നിന്നിട്ടും നിനക്ക് വേണ്ടവണ്ണം ഒരു സന്തോഷം പകരാൻ കഴിയാതെ വണ്ണം ആകലം വിട്ടു നിൽക്കുന്ന ജീവിതങ്ങളുടെ നടുവിൽ ആ നടിച്ചുവരെ ഞാൻ ഇടിച്ചു കളയാം.
ഈ ദിവസങ്ങളെ വിടുതൽ നീ അനുഭവിക്കും. ദൈവം ആ വിടുതൽ നിനക്ക് തരും. രക്തത്താലം ചെയ്യും. വിശ്വസിക്കുന്ന ഒരു സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് വലിയ വിടുതൽ നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. രക്തത്താലം ചെയ്യും. ദൈവത്തിന് വലിയ വിടുതൽ വെളിപ്പെടട്ടെ. ഈ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ സമയം ഏകദേശം ഇവിടെ ക്ലോസ് ആകുമെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നു. എലിസബേത്ത്, ഹല്ലേലൂയ. ശക്തമായ ഒരു ശുശ്രൂഷയ്ക്കുള്ള നിയോഗമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവ ദിവസങ്ങളിൽ അതിന് വഴികൾ തുറക്കും. നിങ്ങൾ അറിയാത്ത ചില വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. പലപ്പോഴും ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. ഹല്ലേലൂയ. ഇതിന്റെ മറുപടികൾ വെളിപ്പെടും. മാസങ്ങളധികം നീങ്ങാതെ തന്നെ ചില വിടുതലുകൾ നിന്റെ മുമ്പിൽ വരാൻ പോകുകയാണ്. സ്തോത്രം. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില വേദനകളുണ്ട്, ഭാരങ്ങളുണ്ട്. ആ വ്യക്തികൾ ആരായാലും അവരെ ഓർത്ത് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചു. വഴികൾ തുറന്നു വന്നിരിക്കും. രക്തത്താൽ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചതാ, നിന്നെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചതാ. ഈശോയോ എങ്കിലും അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. വഴി തുറക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ സ്വതന്ത്ര ഷീജ, അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തോന്നുന്നു. സ്തോത്രം. ആ സഹോദരിയെ കർത്താവ് ശക്തമായി വചനത്തിന്റെ അതേ അനുഭവങ്ങൾ തൊട്ടത് ഞാൻ കണ്ടു. അവരുടെ ഉള്ളത്തിലെ വചനം ശക്തികൾ പ്രകാശിക്കുന്ന കണ്ടു. അത് ദിവസങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. രക്തത്താലം ചെയ്യും. ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗിൽ കടന്നു വന്ന് നിങ്ങളോടൊപ്പം അല്പസമയം ചിലവഴിക്കാൻ ദൈവം സംസാരിപ്പാൻ ദൈവം എനിക്ക് തന്ന ബലത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറക്കരുത്, പാറ്റിക്കളയേണ്ടതിന് വെല്ലുവിളിക്കുന്ന വെല്ലുവിളി. പക്ഷെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതെ കൃപയുവാച്ചു നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഓരോരുത്തർക്കും കൃപ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അവസരം തന്ന ദൈവദാസനി മിനിസ്ട്രിക്ക് തന്നെ അഡ്രസ് ചെയ്ത കർത്താവിന്റെ ദാസനും എന്റെ നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.